ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R&D Creations. ഞാൻ റീജ ദിലീഷ്. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് എങ്ങനെ ഏറ്റവും ഫ്ലുവൻ്റായി സംസാരിക്കാൻ സാധിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. സംസാരിക്കാൻ നമുക്ക് ആവശ്യം വാക്കുകളാണ്. വാക്കുകൾ ചേർത്ത് വെച്ച് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ വാക്യങ്ങളിലൂടെയാണ് നമ്മൾ ഏതൊരു ഭാഷയും സംസാരിക്കുന്നത്. ഏത് ഭാഷ സംസാരിക്കാനും നമുക്ക് ആ ഭാഷയിലുള്ള വാക്കുകൾ അറിഞ്ഞിരിക്കണം, വാക്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. വാക്കുകളും വാക്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ വാക്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ വാക്യങ്ങൾക്ക് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. സെൻറ്റൻസിന് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏത് ഇംഗ്ലീഷ് സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കുവാൻ സാധിക്കും. ആ സെൻറ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കുവാനും സാധിക്കും. അപ്പോൾ സെൻറ്റൻസിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ 3 ക്ലാസ്സുകളിലായി പഠിക്കാൻ പോകുന്നത്. സെൻറ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സബ്ജക്റ്റിൻ്റെ മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്നാണ് പറയുന്നത്. എന്താണ് കർത്താവ് എന്ന് നമുക്കറിയാം. നമ്മളൊരു വാക്യം പറയുമ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആരാണോ ഒരു കാര്യം ചെയ്യുന്നത്, ആ ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആ എക്സാമ്പിൾസിൽ കൂടി നമ്മൾക്ക് സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ലൈക്ക് മാംഗോസ്. എനിക്ക് മാംഗോസ് ഇഷ്ടമാണ്. ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നെക്കുറിച്ചാണ് പറയുന്നത്. ആർക്ക് മാമ്പഴം ഇഷ്ടമാണെന്നാണ് പറയുന്നത്? എനിക്ക് മാമ്പഴം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആളായിരിക്കും സബ്ജക്റ്റ്. ഈ സെൻറ്റൻസിൽ ഐ അല്ലെങ്കിൽ ഞാൻ എന്ന ആളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഐ ആയിരിക്കും സബ്ജക്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് നോക്കാം. സെക്കൻഡ് സെൻറ്റൻസ് ഹീ റൈറ്റ്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് എഴുതുന്നു. ആരാണ് ഇംഗ്ലീഷ് എഴുതുന്നത്? അവനാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ അല്ലെങ്കിൽ ഹീ ആയിരിക്കും ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇനി നമുക്ക് തേർഡ് സെൻറ്റൻസ് നോക്കാം. തേർഡ് സെൻറ്റൻസ് ഷീ റീഡ്സ് എ നോവൽ. അവൾ ഒരു നോവൽ വായിക്കുന്നു. ആരാണ് നോവൽ വായിക്കുന്നത്? അവളാണ് നോവൽ വായിക്കുന്നത്. ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്? അവളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ അല്ലെങ്കിൽ ഷീ ആയിരിക്കും തേർഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇനി നമുക്ക് ഫോർത്ത് സെൻറ്റൻസ് നോക്കാം. ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ആരാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? അവരാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്? അവരെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവർ അല്ലെങ്കിൽ ദേ എന്ന് പറയുന്നതാണ് ഫോർത്ത് സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇനി നമുക്ക് ഫിഫ്ത്ത് സെൻറ്റൻസ് നോക്കാം. വി വാച്ച് ടി വി. ഞങ്ങൾ ടി വി കാണുന്നു. ആരാണ് ടി വി കാണുന്നത്? ഞങ്ങളാണ് ടി വി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ വി എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഓക്കെ, ഈ 5 സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആളാണ് സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ടൈമാണ്. സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ സബ്ജക്റ്റ് കണ്ടെത്താൻ പറ്റും എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് മമ്മി റീഡ്സ് ന്യൂസ് പേപ്പർ. അമ്മ ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഇതിൽ നിന്നും സബ്ജക്റ്റ് കണ്ടെത്തണം. സെക്കൻഡ് രവി വാഷസ് ദ കാർ. രവി കാറ് കഴുകുന്നു. തേർഡ് റാണി ഡാൻസസ് ഗ്രേസ്ഫുള്ളി. റാണി വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നു. ഫോർത്ത് ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഫിഫ്ത്ത് മീന ഫോൾഡ് ദ ക്ലോത്ത്സ്. മീന ക്ലോത്ത്സ് വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുന്നു. ഈ 5 സെൻറ്റൻസസിൽ നിന്നും സബ്ജക്റ്റ് കണ്ടെത്തുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർബ് അല്ലെങ്കിൽ ക്രിയ എന്താണെന്നാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വേർബ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതുവരേക്കും ബൈ, സി യു, ടേക്ക് കെയർ.